ഹലോ നമസ്കാരം എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് തനി നാടൻ രീതിയിലുള്ളൊരു വാഴയിലയിൽ പൊള്ളിച്ച മീനിൻ്റെ റെസിപ്പിയാണ്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കഴിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. എളുപ്പമായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. തനി നാടൻ റെസിപ്പി ആയതുകൊണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആ മീൻ തേങ്ങാപ്പാലും കൂട്ടി കഴിക്കും. ആ ഒരു ചേരുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഭയങ്കരമാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് കരിമീനാണ്. ഇതൊരു 700 ഗ്രാം ഉണ്ട്, 3 കരിമീനും കൂടി. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ വരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മുമ്പ് ഇത് അയിലയിലും ചെയ്തിട്ടുണ്ട്. വേറെ മീനിലൊന്നും ചെയ്യുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി മീൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് എരിവിനായിട്ട് മുളക് പൊടി ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. അതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം നിങ്ങളുടെ എരിവിനനുസരിച്ച്. ഇനി 1 മുതൽ 1.25 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിലർ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുമാതിരി വിനാഗിരി അതൊക്കെ ചേർത്ത് കൊടുക്കും. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും നാരങ്ങനീരും കൂടി മാത്രമേ ചേർക്കണുള്ളൂ. പിന്നെ നിങ്ങൾക്ക് മീൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ മല്ലിപ്പൊടിയും കായപ്പൊടിയൊക്കെ ഇട്ട് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നേരത്തെ പറഞ്ഞ മാതിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പിന്നെ അതൊന്നും ആഡ് ചെയ്യാറില്ല മീൻ വറുക്കുന്നതിൽ. ഞാൻ ജസ്റ്റ് പൊടികളും വെള്ളത്തിൽ കുഴച്ചിട്ടാണ് ചെയ്യണത്. ചിലരത് പുളിവെള്ളത്തിലും ചെയ്യണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മസാല ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് അത് മീനിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുകയാണ്. മീനിൻ്റെ പുറം ഭാഗത്ത് നല്ലപോലെ ആ സ്ലിഡ്സിലൊക്കെ നല്ലപോലെ മാരിനേഷൻ പിടിപ്പിക്കണം. അകത്തേക്ക് അധികം വേക്കണ്ട, ചെറിയൊരു കോട്ടിങ്. ഇപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഞെരടി പിടിപ്പിക്കുകയാണ് ഈ മീനിൽ. ഇതിനി ഒരു 1/2 മുതൽ 1 മണിക്കൂർ വരെ മാരിനേഷൻ പിടിപ്പിക്കാൻ വെച്ച ശേഷം ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. എന്നിട്ട് ഈ മീൻ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. ഒരുപാട് അങ്ങോട്ട് മുരിയിച്ചെടുക്കരുത്. 2 സൈഡും ജസ്റ്റ് ഒന്ന് കളർ മാറി ബ്രൗൺ കളറൊക്കെ ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടണം. അത്രേ പാടുള്ളൂ. ഒരുപാട് മുരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊരു മസാല തയ്യാറാക്കുന്നുണ്ട്. ആ മസാല ഇതിലേക്ക് നല്ലപോലെ പിടിക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഒരുപാട് മൂപ്പിച്ചെടുക്കരുത്. ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. ഇത് മെയിനായിട്ടും ചെയ്യണതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ടേസ്റ്റ്, പിന്നെ രണ്ടാമത്തത് മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരുപാട് മുരിച്ചെടുത്താൽ നമ്മളുടെ ആ പൊള്ളിക്കുന്ന മസാല ഇതിലേക്ക് പിടിക്കത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാനേ പാടുള്ളൂ. പിന്നെ എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കുമല്ലോ, മീനൊക്കെ വറക്കുമ്പോൾ നമ്മൾ തീ ഒരിക്കലും ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇടരുത്. അതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടത്തില്ല. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിങ്ങനെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടി വേറൊരു പാനിലേക്ക് മാറ്റിയിട്ട് അതിലേക്കൊരു 1/4 ടീസ്പൂണോളം ഉലുവയും പിന്നെ ഒരു 5 or 6 പെരുംജീരകം, എണ്ണം പറയുകയാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറിവേപ്പില ചേർത്ത് കൊടുക്കണം. നാടൻ വിഭവങ്ങൾക്ക് എപ്പോഴും വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഭയങ്കര സ്വാദ് കൂട്ടും. പിന്നെ ഒരു 4-5 പച്ചമുളക്, വലിയ എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ, അത് നീളത്തിൽ കീറിയത്. പിന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, പിന്നെ 1 കുടം വെളുത്തുള്ളി, അതും നീളത്തിൽ അരിഞ്ഞേക്കണതാണ്. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഈ എണ്ണയിലേക്ക് ഇട്ട് ജസ്റ്റ് ആ പച്ചമണം ഒന്ന് പോയി തുടങ്ങുമ്പോൾ കുഞ്ഞുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. കുഞ്ഞുള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം കൂടുതലും ടേസ്റ്റ് കുഞ്ഞുള്ളിയാണ് നമ്മൾ നോൺ വെജ് വിഭവങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ല, പിന്നെ കിട്ടാത്ത സാഹചര്യമൊക്കെ ആണെങ്കിൽ മാത്രം സവാള കൊത്തി അരിഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 10-25 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് വലിയ ഉള്ളി ആയതുകൊണ്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴറ്റിയെടുക്കണം. തീ ഇപ്പം ഞാനൊരു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കണം. കാരണം ഞാൻ എപ്പോഴും ഇളക്കി കൊടുക്കണോണ്ട്. അല്ല നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വഴറ്റിയെടുത്താലും മതി. ഇപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ വഴറ്റിയെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു പരുവം വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അധികമൊന്നുമില്ല നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഇനി കുറച്ച് കളർ കിട്ടാനും ഒരു എരിവിനുമായിട്ട് കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ എരിവിനനുസരിച്ച് കുറച്ച് എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം, ഒരു 1/2 ടീസ്പൂൺ. പിന്നെ ചിലർ ഇതിൽ കായത്തിൻ്റെ പൊടിയും ഗരം മസാലയൊക്കെ ഇടാറുണ്ട്. ഞാൻ ഇടുന്നില്ല. ഞാൻ ഇത്രയും 3 പൊടികൾ മാത്രമേ ഇടുന്നുള്ളൂ. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം അല്ലെങ്കിൽ 1.5 തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുക. ആ തക്കാളിയുടെ പുളി അനുസരിച്ചാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഇതിലേക്ക് 1 തക്കാളി ചേർത്ത് കൊടുക്കണുള്ളൂ. പിന്നെ നിങ്ങളുടെ പുളിക്കനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ തക്കാളി മസാല കൂടുതലായിട്ട് വേണമെങ്കിൽ തക്കാളിയും ഉള്ളിയൊക്കെ കൂടുതലായിട്ട് എടുക്കുക. ഇതിപ്പോൾ ആവശ്യത്തിനുള്ള മസാലയേ ഉള്ളൂ.
അപ്പോൾ ഇതാ ഞാൻ ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കിയിട്ട് ഈ തക്കാളി നല്ലപോലെ വാടി വെന്ത് ആ തക്കാളി ഒന്നും കാണാനില്ലാത്ത ആ ഒരു പരുവം വരെ ഇത് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് തീ കുറച്ചിട്ട് അടച്ച് വെച്ച് വാട്ടിയെടുക്കുകയാണ്. ഇപ്പോൾ തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവം വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലുണ്ടല്ലോ, 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തീ ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് 1-ാം പാൽ ചേർത്ത് കൊടുത്ത് ആ വഴിക്ക് തന്നെ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. 1-ാം പാൽ തിളയ്ക്കരുത്, 1-ാം പാൽ തിളച്ചാൽ കറി പിരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ പൊളിച്ച മീൻ്റെ മസാല. ഇനി ഞാനൊരു വാഴയില വാട്ടിയെടുക്കുകയാണ്. നല്ല വാഴയിലയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വാട്ടിയെടുക്കാൻ പറ്റും. ഇത് പക്ഷെ അത്ര മൂത്ത വാഴയിലയല്ല, എളുപ്പമുള്ള വാഴയിലയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ വാഴയിലയിൽ ഒരു വാഴയിലയും കൂടി ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കാരണം മറ്റേത് പൊട്ടിപ്പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൽ ഞാൻ കുറച്ച് മസാല ഇങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത മീനാണ് വെക്കുന്നത്. അപ്പം ഞാൻ ഓരോന്നായിട്ടാണ് നമ്മൾ പൊള്ളിച്ചെടുക്കുന്നത്. ആദ്യത്തെ മീൻ വറുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പൊക്കത്തും കുറച്ച് മസാല തേച്ച് കൊടുക്കുക. കണ്ടില്ലേ ഇങ്ങനെ. പിന്നെ വാഴയില ഉണ്ടല്ലോ, നമ്മൾ വാട്ടുമ്പോൾ നല്ലതുപോലെ വാട്ടണം. പിന്നെ വാഴയില കഴുകി തുടച്ച ശേഷമാണ് ശരിക്കും വാട്ടുന്നത്. ഇത് എളുപ്പം ഇലയായതുകൊണ്ട് ചിലപ്പോൾ ഇനി വാട്ടുമ്പോൾ പൊട്ടിപ്പോന്നോർത്തിട്ട് ഞാൻ തുടയ്ക്കാതെ നല്ലപോലെ കഴുകി 2-3 പ്രാവശ്യം കഴുകിയിട്ട് ആ വെള്ളത്തോടു കൂടി തന്നെയാണ് വാട്ടിയെടുത്തേക്കുന്നത്. അപ്പം ഞാനതൊന്ന് തുടച്ചിട്ടാണ് ഈ മീൻ വെച്ച് കൊടുത്തത്. ഇനി നമുക്ക് ഈ വാഴയില കെട്ടിയെടുക്കണം. നമ്മൾ പൊതിച്ചോറിനൊക്കെ പൊതി കെട്ടില്ല, അതുമാതിരി ഇതുപോലെ 2 സൈഡിൽ നിന്നും കെട്ടിയെടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ചെയ്താൽ മതി. പിന്നെ ഇനി നമുക്ക് ഈ കെട്ട് അഴിയാതിരിക്കാനായിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കണം. അതിന് ഒന്നില്ലെങ്കിൽ ഈ വാഴയിലയുടെ തണ്ട് തന്നെ ഉപയോഗിക്കാം. മീൻസ് ആ നടുക്കത്തെ നാരുണ്ടല്ലോ അത് തന്നെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും നൂലോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ചിട്ട് ഇത് നല്ലതുപോലെ കെട്ടിക്കൊടുക്കുക. പിന്നെ ചിലർ ഇങ്ങനെ വാഴയിലയിൽ കെട്ടിയിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കും. ചിലർ ഇത് എണ്ണയിൽ തന്നെ ഒന്ന് വാഴയിലയോട് കൂടി മൂപ്പിച്ചെടുക്കും. അതും നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാൻ എപ്പോഴും എനിക്ക് സ്റ്റീം ചെയ്യുന്നതിനേലും കൂടുതൽ ഇഷ്ടം എണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ പൊതി റെഡി ആയിട്ടുണ്ട്. ഇതുമാതിരി ഞാൻ 3ഉം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ നമ്മളുടെ വാഴയിലൊക്കെ ഇട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇനി ഇത് ജസ്റ്റ് ആ കളറൊക്കെ ഒന്ന് മാറി ഒരു 5 മിനിറ്റ് മതി ഓരോന്നിങ്ങനെ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. അല്ല ഒരുപാട് സമയമൊന്നും വെക്കേണ്ട കാര്യമില്ല. കാരണം ഇതിലെല്ലാം കുക്ക്ഡാണ്. ആ വാഴയിലയുടെ ഫ്ലേവർ ആ മീനിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. സ്റ്റീം ചെയ്തെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പക്ഷേ എപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഞാനിങ്ങനെ എണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് അത് പിന്നെ ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചട്ടിയിൽ കുറച്ച് തേങ്ങാപ്പാലുണ്ടല്ലോ, തേങ്ങാപ്പാലിലേക്ക് ഇറക്കി വെക്കും. അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളുടെ മീൻ പൊള്ളിച്ചതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും ഉള്ളത്. തണുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചൂടോടുകൂടി കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ എന്താ മണമായിരിക്കും ഈ സമയത്ത് നമ്മളുടെ ഈ പൊതി കഴിക്കുമ്പോൾ ഉള്ളതെന്നറിയാമോ? നല്ല മണത്തോടു കൂടി നല്ല ടേസ്റ്റോടു കൂടി നമ്മളുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ചൂട് പറക്കണ മീൻ പൊള്ളിച്ചതാണ്. ആ തേങ്ങാപ്പാലിൻ്റെ മീൻ്റെയൊക്കെ കൂടി ടേസ്റ്റായിട്ട് നല്ല ടേസ്റ്റാണ്. ഇത് ഏറ്റവും ടേസ്റ്റ് നമ്മൾ ചോറിൻ്റെ കൂടെ തന്നെ കഴിക്കാനാണ് കേട്ടോ. കാര്യം നമ്മൾ ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ കഴിച്ചാലും ടേസ്റ്റ് കൂടുതൽ ചോറിൻ്റെ ഒപ്പം തന്നെ കഴിക്കാനാണ്. പിന്നെ പലർക്കും കരിമീനൊന്നും എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമ്മൾക്ക് അയില വെച്ചും ചെയ്തെടുക്കാം. അയില വെച്ച് ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ ഈ പൊതി കഴിക്കുന്ന സമയത്ത് അഴിക്കണമാണ് കേട്ടോ എപ്പോഴും നല്ലത്. അഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ അങ്ങ് പോയി. ഇപ്പോൾ ആ കെട്ടിലിരിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റുള്ളൊരു നമ്മളുടെ നാടൻ വിഭവം തന്നെയാണ്. പലരും ചെയ്യുന്നതായിരിക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.